എടാ മോനെ ഫുൾട്ടേ ഇവിടെ തന്നെ കുത്തിയിട്ട് പാന്നോളെ ഇതുവരെ കഴിഞ്ഞു. 2 റാങ്ക് ഞാൻ തീർത്തളിയാ. ഇനി ഇതാ ഇത്രയും കൂടെ തീർത്ത സെറ്റ്. ഡെയിലി 18 മണിക്കൂർ പഠിത്തം. ദാറ്റ്സ് മൈ ടാർഗറ്റ്. ഇത്തവണ ഞാൻ റാങ്ക് ഉറപ്പിച്ചളിയാ. നൗ ടെൽ മീ അബൌട്ട് ദ സ്ട്രാറ്റജി. തിക്കുണ്ടതി പെച്ചുണ്ടതി എറുണ്ടതി. പക്ഷെ റിസൾട്ട് വരുമ്പോ താകൃതാളം നല്ല താകൃതാളം എന്താളി അങ്ങനെ ഒരു ടോക്ക്? എടാ നീ ഇപ്പൊ എന്തായാലും ഇത്ര റാങ്ക് ഫെയിൽ ഒത്ത് തിന്ന് നിർത്തല്ലേ, എന്റെ മാർക്സിന്റെ ലെവലൊക്കെ ഏത് റേഞ്ചിലേക്ക് പോകും? മാർക്ക് ലെവലോ? അതെന്താടാ? ആ ബെസ്റ്റ്. അതങ്ങനെ 24 മണിക്കൂർ നിന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് കയറാനല്ലേ നിന്റെ വിചാരം? അല്ലെങ്കിൽ ആ എക്സാം പാറ്റേണൊക്കെ മാറി വെറുതെ വാരി വലിച്ച് പഠിച്ചിരുന്ന ഒരു കാര്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക, അത് കറക്റ്റായിട്ട് പോയി എക്സാം ഹാളിൽ എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെയുള്ളവന്മാരെ വിന്നർ ആവുന്നുള്ളൂ. അത് കറക്റ്റാണ്. ഞാൻ കുത്തിയിരുന്ന് ഇത് മൊത്തം വാരി വലിച്ച് പഠിക്കും. എന്നിട്ട് പരീക്ഷ എഴുതുമ്പോൾ റിസൾട്ട് വരുമ്പോയില്ല. അത് തന്നെയാണ് മെജോറിറ്റി ആൾക്കാരുടെ പ്രശ്നം. അതിന് പഠിച്ച കാര്യങ്ങൾ പരീക്ഷ എഴുതി തന്നെ പരിശീലിക്കണം. അപ്പം നമ്മുടെ ഒരു റേഞ്ച് ഓഫ് മനസ്സിലാവും, വീക്ക് ഏരിയാസ് മനസ്സിലാവും, നമുക്ക് സെൽഫ് ഇമ്പ്രൂവ് ചെയ്ത് റാങ്കിലേക്ക് പോകാൻ പറ്റും. പിന്നെ അതാണ് ഈ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു സ്ട്രാറ്റജി വരുന്നത്. ഏത് പക്ഷേ അതൊക്കെ ഇനിയിപ്പം ഈ വൈകിയ വേളയിൽ പരീക്ഷ എഴുതി നീ പറഞ്ഞ പരിശീലിക്കാൻ നമ്മൾ എന്ത് ചെയ്യളി? സോ സിമ്പിൾ. വരുന്നോ എൻ്റെ കൂടെ ഗോതയിലേക്ക്? ഇവിടെ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴോ അവൻ്റെ ഒരു ഗോവ. എടാ ഗോവയല്ലടാ ഗോദ. KS Mentor എക്സ്ക്ലൂസീവ് LDC ടെസ്റ്റ് സീരീസ്. LDC പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക്കുകൾ AI ബേസ്ഡ് അനാലിസിസിലൂടെ ഐഡന്റിഫൈ ചെയ്ത് സെറ്റ് ചെയ്ത 15 ടെസ്റ്റുകളാണ് ഗോദ ടെസ്റ്റ് സീരീസ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് വരുന്ന 3 ടെസ്റ്റുകളും പൊതുവിജ്ഞാനം വരുന്ന 3 ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ 8 ഫുൾ ലെങ്ത് ടെസ്റ്റുകളും. ഇതിനോടൊപ്പം 60 ദിവസം കൊണ്ട് LDC സിലബസ് മുഴുവൻ കവർ ചെയ്യാൻ പറ്റുന്ന ഡെയിലി ടൈം ടേബിൾ അടങ്ങുന്ന സ്റ്റഡി പ്ലാനും ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാനൊന്നും നോട്ട് ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കണം പാനെ.